അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, പുതിയൊരു ചോദ്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തുടങ്ങിയാലോ? നമുക്ക് പരീക്ഷയ്ക്ക് 6ാം ക്ലാസ്സിലെ അവസാനത്തെ പാഠഭാഗത്ത് അതത് പഠിക്കാനുണ്ട്. അതത് മാദൂദ്, എണ്ണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തൊട്ട് മുമ്പ് ഒരു എക്സാം കഴിഞ്ഞല്ലോ, ഒരു 6ാം ക്ലാസ്സിൻ്റെ ഒരു ആനുവൽ എക്സാം കഴിഞ്ഞു. ആ പരീക്ഷയ്ക്ക് ഒരു വൈവിധ്യമാർന്ന രീതി, ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു ചോദ്യമാണ് വന്നത്. നമ്മൾ പഠിച്ചത് എങ്ങനെയാ? നമ്മുടെ റിവിഷൻ്റെ സമയത്തായാലും നമ്മുടെ ക്ലാസ്സിൻ്റെ സമയത്തായാലും ഒരു ഭാഗത്ത് കുറേ ചിത്രങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൽ എത്ര ഉണ്ട് എന്ന് ഇപ്പുറത്ത് എഴുതുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പൊതുവെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത് മറ്റൊരു രീതിയിലാണ്. ഓക്കെ, ആ രീതി എങ്ങനെയാണ് എന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ രീതിയിലാണ് ചോദ്യം വരുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് അതിന് ഉത്തരം എഴുതാം എന്നും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നു. ഈ രീതിയിലാണ് ചോദ്യം വന്നത്. 6ാമത്തെ ചോദ്യമായിരുന്നു അതായത് ഇവിടെ ബ്രാക്കറ്റിൽ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ബ്രാക്കറ്റിൽ എണ്ണം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ള എണ്ണം എത്രയാണ് എന്ന് ബിൽ ഹുറൂഫ് വനക്തുബു ബിൽ ഹുറൂഫ് ഹറഫാക്കിയിട്ട് നമ്മൾ എന്ത് എഴുതണം? എഴുതണം. ഉദാഹരണത്തിന് 11 ഇവിടെ കൊടുത്തിട്ടുണ്ട്, അഹദ അശറ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എഴുതാനുള്ള ഒരു ചോദ്യമായിരുന്നു വന്നത്. ഒരു വെറൈറ്റി രീതിയിലാണ്. ഇങ്ങനെയല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മളെ പരിചയപ്പെടുത്തുന്നത് എന്ന് വെച്ചാലും ഈ രീതി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നോക്ക്, ഇതുപോലെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ കുരുവികളുണ്ട്, റസ്ഫൂർ ഉണ്ട്, പിന്നെയോ ഖിർദ് ഉണ്ട്, പിന്നെ ദീക്കുണ്ട്, സമക്കുണ്ട്, ബത്വത്തുണ്ട്, ഓക്കെ, ഫറാശത്ത് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള മനോഹരമായ ഒരു ചിത്രം. ഈ ഒരു ചിത്രം തന്നിട്ട് ഈ ചിത്രത്തിന് അടിയിൽ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് മക്കളെ. ദഹബ് മൻസൂർ ലി സിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത്. മൻസൂർ എങ്ങോട്ട് പോയി? മൻസൂർ എങ്ങോട്ടാ പോയേ? മൻസൂർ ഒരു സൂ കാണാൻ വേണ്ടി, ഹദീഖത്തുൽ ഹയവാനാത്ത് കാണാൻ വേണ്ടിയിട്ട് ആര് പോയി? മൻസൂർ പോയി. റഅ ഫിഹ അഹദ അശറ ഖിർദൻ. എത്ര ഖിർദനെയാടാ കണ്ടത്? അഹദ അശറ ഖിർദൻ. 11 ഖിർദിനെ കണ്ടു, 11 കുരങ്ങന്മാരെ കണ്ടു. അത് ശരിയാണ്, അതവിടെ തന്നിട്ടുണ്ട്. ഇനി നോക്ക്, ഇവിടെ നമ്മൾ എഴുതണം, ഇവിടെ നമ്മൾ എഴുതണം, ഇവിടെ നമ്മൾ എഴുതണം, ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം. ഈ 5 എണ്ണം ഇനി നമുക്ക് എഴുതാനുള്ളതാ. ഓക്കെ, ഈ 5 എണ്ണം ഇനി എഴുതേണ്ടത് നമ്മളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. അവന് 11 ഖിർദിനെ കണ്ടു. ആ 11 ഖിർദ് കഴിഞ്ഞാരെ ഡേഷ് ദീക്കൻ. എത്ര ദീക്കനെയാണ് അവൻ കണ്ടത്? എത്ര ദീക്കിനെ കണ്ടത്? 13 ദീക്കിനെയാണ് ആര് കണ്ടത്? അവൻ കണ്ടത്. 13 കാണുന്നില്ലേ? 13 ദീക്കിനെ അവൻ കണ്ടു. നോക്ക്, 13 ദീക്കിന് എന്താ പറയാന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ബാക്കി അതങ്ങ് എഴുതി കൊടുത്താൽ മതി. നമ്മൾ മുമ്പ് ഒരു എക്സാം കഴിയുന്നതിന് മുമ്പ് ഒരു കണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അതത് മാദൂദ് പഠിക്കുന്ന ഭാഗത്ത് എണ്ണിയിട്ട് എങ്ങനെ അതിന് അറബി കണ്ടെത്താൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അക്കത്തിൽ തന്നിട്ടുണ്ട്, മറ്റൊരുത്ത് എണ്ണി നോക്കണം. ഇവിടെ 11 ഡിജിറ്റിൽ തന്നിട്ടുണ്ട്, ഇവിടെ 13 ഡിജിറ്റിൽ തന്നിട്ടുണ്ട്, ഇവിടെ 16, 18, 15, 14 എന്നൊക്കെ അക്കത്തിൽ തന്നിട്ടുണ്ട്. അറബി അക്കങ്ങളിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് ഈ ഒരു സാധനം നമ്മൾ അറിഞ്ഞിരിക്കണം. അഹദ അശറ 11, 12 എങ്ങനെയാണ് എഴുതുക? 13 എങ്ങനെ എഴുതുക? 14, 15. ഇത് കഴിഞ്ഞിട്ടോ 16. 16ഉം 12ഉം മാറിപ്പോകരുത് കേട്ടോ. 17ഉം 18ഉം മാറിപ്പോകരുത്. 19, 20. ഇതിൽ ഏറ്റവും കൂടുതൽ മാറിപ്പോകാൻ സാധ്യതയുള്ളത് അത് ഒന്ന് 12 ആണ്, പിന്നെ ഒന്ന് 16 ആണ്, പിന്നെ ഒന്ന് 17 ആണ്, പിന്നെ ഒന്ന് 18 ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 4 ഏതെങ്കിലും 2 എണ്ണം ഉണ്ടാവും ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് നിങ്ങൾക്ക് അറിയാം എന്ന് കരുതാണില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഞാനിവിടെ എഴുതി തരണോ? ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി തരാം. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇതിനെന്താണ് അറബിയിൽ പറയുക എന്ന് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതി ഇങ്ങനെ അക്കത്തിൽ ഡിജിറ്റിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണ്, നമുക്ക് നോക്കാം. ഇനി നമുക്ക് 13 ദീക്ക്, 13 ദീക്ക്, 13 ദീക്ക്. നോക്ക്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ദീക്ക് എന്ന് എഴുതുക. ദീക്കൻ.
എഴുതിയോ? ദീക്കൻ. ദീക്കൻ എന്ന് എഴുതി. ഇനി മക്കൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്ക്. ദീക്കിന്റെ അവസാനത്തില് ഹാത്ത ഉണ്ടോ? സ്ത്രീയെ സൂചിപ്പിക്കുന്ന ഹാത്ത ദീക്കിന്റെ അവസാനത്തിൽ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? ആശറക്ക് ഹാത്താവ് വേണ്ട. ആശറ ദീക്കൻ. ഇനി 13. മൂന്നിനെന്താ പറയാ? ഇത് രണ്ടും ഒരുപോലെ വരണം. അവസാനത്തിൽ ഹാത്ത ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇവിടെ ദീക്കിന് അവസാനത്തിൽ ഹാത്ത ഇല്ല, അതുകൊണ്ട് ആശറക്ക് നമ്മൾ അവസാനത്തിൽ ഹാത്ത ഇടുന്നില്ല. ഓക്കെ. ഇനി നമുക്ക് 13 സലാസത്തുൻ എന്ന് കൊടുക്കണം. സലാസത ആശറ ദീക്കൻ എന്നതാണ് ശരിയായിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് എടുത്ത് എഴുതുന്നില്ല, ഞാൻ എന്ത് ചെയ്യാ? ഇവിടെ എഴുതി തരാം 13. ഓക്കെ ആണോ? ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് എത്ര എണ്ണം പറഞ്ഞോളൂ. അടുത്തത് 16 ആണ്. നോക്ക്, ഇത് 12 ആണോ 16 ആണോ? ഇത് 12 ആണോ 16 ആണോ? ഇത് 16 ആണ്. പിന്നെ എന്താ കണ്ടത്? ഇവിടെ നോക്കിട്ടോ, എന്ത് കണ്ടു? ഞാൻ എഴുതി തരാം. 13 ദീക്കൻ. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്ക്. ഡേഷ് ഫറാശത്തൻ. എത്ര ഫറാശത്തിനെ കണ്ടത്? 16 ഫറാശത്തിനെയാണ് അവിടെ കണ്ടിട്ടുള്ളത്. മക്കൾ നോക്ക്, ഫറാശത്ത് നമുക്ക് എന്തിനെയാണ് എണ്ണേണ്ടത്? ഫറാശത്തിനെയാണ് നമുക്ക് എണ്ണേണ്ടത്. എന്തിനാ എണ്ണണ്ടേ? ഫറാശത്ത്. എന്റെ ചോദ്യം ഇതാണ്, ഫറാശത്തിന്റെ അവസാനത്തിൽ ഹാത്ത നിങ്ങൾ കാണുന്നുണ്ടോ? ഫറാശത്തിന്റെ അവസാനത്തിൽ സ്ത്രീയെ സൂചിപ്പിക്കുന്ന മുഅന്നസിനെ സൂചിപ്പിക്കുന്ന ഹാത്ത കാണുന്നുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ആശറക്കും എന്ത് വേണം? ആശറക്കും ഹാത്ത വേണം. ക്ലിയർ ആണോ? ഇനി നോക്ക്, ഫറാശത്തും ആശറയും ഒരുപോലെയാണ് നമ്മൾ വരേണ്ടതെന്ന് പറഞ്ഞു. ഇനി തൊട്ട് മുമ്പിൽ വരുന്ന 16 ആവുമ്പോ 6ന് ഇനി എന്ത് വേണ്ട? 6ന് താന്റെ ആവശ്യം. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? 16 ഫറാശത്തൻ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. ഡേഷ് ലൊബിയൻ. ലൊബി എന്ന് വെച്ചാൽ മാൻ എന്നാണ് അർത്ഥം. ഇത് 17 ആണോ 18 ആണോ? പറഞ്ഞോളൂ. ഇത് 17 ആണോ 18 ആണോ? ഇത് 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് വായിക്കട്ടെ. നമ്മൾ അപ്പുറത്തേക്ക് എഴുതിയല്ലേ. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് 18 ലൊബിയൻ. എന്താണ്? 18 അവിടെ എഴുതി തരാം കേട്ടോ. 18 ലൊബിയൻ. 18 ലൊബിയൻ. നോക്ക് മക്കളെ, ലൊബിയൻ. ക്ലിയർ ആണല്ലോ? ലൊബിയൻ എന്നതിന്റെ അവസാനത്തിൽ സ്ത്രീയെ സൂചിപ്പിക്കുന്ന ഹാത്ത ഉണ്ടോ? നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ മനസ്സിൽ പറഞ്ഞു നോക്ക്. അതിന്റെ അവസാനത്തിൽ സ്ത്രീയെ സൂചിപ്പിക്കുന്ന ഹാത്ത ഇല്ല. അതുകൊണ്ട് നമ്മൾ തൊട്ട് മുമ്പ് വരുന്ന ആശറക്ക് ഹാത്താവ് കൊടുക്കണോ വേണ്ടേ? ആശറക്ക് ഹാത്താവ് കൊടുക്കണ്ട. ആശറക്ക് നമ്മൾ ഹാത്താവ് കൊടുക്കാത്തതുകൊണ്ട് 8നെ സൂചിപ്പിക്കുന്ന സമാനിയക്ക് നമ്മൾ ഹാത്താവ് കൊടുക്കണോ? സമാനിയക്ക് നമ്മൾ ഹാത്താവ് കൊടുക്കണം. സമാനിയത ആശറ ലൊബിയൻ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത് നോക്കാം. ഡേഷ് ഹമാമത്തൻ. എത്ര ഹമാമത്തിനെ കണ്ടത്? 10 ആണോ ഇത്? അതോ 15 ആണോ? ഇത് 15 ആണ്. 10 അല്ല. ഇവിടെ 17 അല്ല, 15 ആണ്. 15 ഹമാമത്തിനെ കണ്ടിട്ടുണ്ട്, പ്രാവിനെ കണ്ടിട്ടുണ്ട്. 15 പ്രാവ്. നോക്കാം, ഹമാമത്തിനെയാണ് കണ്ടത് അല്ലേ? കാണുന്നുണ്ടോടാ? കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ട്. 15 ഹമാമത്ത്. മക്കളെ ചോദ്യം ഇതാണ്, ഹമാമത്തിന്റെ അവസാനത്തില് സ്ത്രീയെ സൂചിപ്പിക്കുന്ന മുഅന്നസിനെ സൂചിപ്പിക്കുന്ന താ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആശറക്ക് താ വേണോ? ആശറക്ക് താവ് വേണം. ഹമാമത്തും ആശറി ഒരുപോലെയാണ് വന്നത്. തൊട്ട് മുമ്പിൽ വരുന്ന അക്കം ഡിജിറ്റിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെ വേണം? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരണം. ഇവിടെയും താ ഉള്ളത് കൊണ്ട് ഇനി നമുക്ക് ഹംസക്ക് താവ് വേണോ? വേണ്ട. ഹംസ ആശറത ഹമാമത്തൻ.
ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഇനി നമുക്ക് അവസാനത്തെ നോക്കാം. വഡേഷ് സമക്കൻ. ഇത് 13 ആണോ 14 ആണോ? മാറിപ്പോകരുത് ഒരു കാരണവശാലും. ഇത് 14 ആണ്. ഇത് 14 സമക്ക്. 14 മത്സ്യത്തെ കണ്ടു. 14 എന്തിനാ കണ്ടത്? സമക്കൻ. മക്കളെ നമ്മൾ എപ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് എഴുതി പോവാണ് അതതും ആദൂദിന്റെ കാര്യത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ എന്തിനെ കുറിച്ചാണ് എഴുതണ്ടേ? നമുക്ക് സമക്കനെ കുറിച്ചാണ് എഴുതണ്ടേ. നമ്മൾ സമക്കൻ എന്ന് എഴുതുന്നു. സമക്കൻ എന്നതാണ് അവിടുത്തെ ഗ്രാമർ. സമക്കിന്റെ അവസാനത്തിൽ മുഅന്നസിനെ സൂചിപ്പിക്കുന്ന, സ്ത്രീയെ സൂചിപ്പിക്കുന്ന ഹാത്ത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ഹാത്ത കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അശറക്ക് ഹാത്ത വേണോ? അശറക്ക് ഹാത്താ വേണ്ട, വെറും അശറ എന്ന് എഴുതിയാൽ മതി. അശറത്ത് എന്ന് എഴുതണ്ട. ഇത് രണ്ടും ഒരുപോലെ വരണം. ഇവിടെ ഹാത്താ ഉണ്ടെങ്കിൽ ഇവിടെ ഹാത്താ വേണം, ഇവിടെ ഹാത്താ ഇല്ലെങ്കിൽ ഇവിടെയും ഹാത്താ വേണ്ട. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആവണം അടുത്ത് വരണ്ടേ. ഇനി 4 സൂചിപ്പിക്കുന്ന അർബഅത്തുൻ. അർബഅത അശറ സമകൻ. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിനുള്ള മുഴുവൻ ഉത്തരങ്ങളും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ രീതിയിലുള്ള വെറൈറ്റി രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തതുപോലെയുള്ള ചോദ്യങ്ങൾ തന്നെ അതേ രീതിയിൽ തന്നെ എപ്പോഴും വരണമെന്നില്ല, മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? തൽക്കാലം നിർത്താണ്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മക്കള് ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ഞാൻ എന്ത് ചെയ്യുക? ഈ കുത്തി വരട്ടതൊക്കെ ഞാൻ വായിച്ചുതരാം. ഇതിൽ ഒരു കാരണവശാലും ഇത് മാറിപ്പോകരുത്. 19 16. ഓക്കെ മക്കളെ, ഇത് മാറിപ്പോകരുത്. ഓക്കെ, ഇത് മാറിയാൽ ഇതറിയാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയൂല. ഇതിന്റെ ബേസ് എന്താ? ഈ ഒരു അക്കത്തിൽ എഴുതാൻ 1 മുതൽ 20 വരെ അക്കത്തിൽ എഴുതാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നല്ലപോലെ പഠിച്ചിരിക്കുക. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് 12, 16 ആണ്. 17, 18 കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ അറിഞ്ഞിരിക്കുക. നല്ലൊരു രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും മാസ്സലാം.